മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ ഫിലിപ്പിയർക്കുള്ള ലേഖനം 3-ാം അധ്യായം 13-ാമത്തെ വാക്യം. Letter to Philippians chapter 3 verse 13. സഹോദരരെ, ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു, എന്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. വിശുദ്ധ പൗലോസിനെ പോലെ പിമ്പിലുള്ളവയെ മറന്നാൽ മാത്രമേ ജീവിതം സ്വസ്ഥമാവുകയുള്ളൂ. റോമിൽ കാരാഗൃഹത്തിൽ കഴിയുന്ന കാലത്തും പൗലോസ് പൂർവ്വകാല സ്മരണകളെ അയവിറക്കുകയായിരുന്നു. നന്മയുടെയും തിന്മയുടെയും ദുഃഖത്തിന്റെയും സന്തോഷത്തിന്റെയും ജയത്തിന്റെയും പരാജയത്തിന്റെയും ഓർമ്മകൾ തനിക്കുണ്ട്. വേദനിപ്പിക്കുന്ന ഓർമ്മകൾ വിട്ട് മനഭാരങ്ങളിൽ നിന്നെല്ലാം സ്വതന്ത്രമായി ജീവിക്കുവാൻ പൗലോസ് ആഗ്രഹിച്ചു. അതിനുള്ള ഏക മാർഗം പിമ്പിലുള്ളത് മറക്കുകയും മുമ്പിൽ കാണുന്ന ലക്ഷ്യത്തിനായി ജീവിക്കുകയുമാണ് എന്ന് പൗലോസ് ലീഗ പറയുകയാണ്. കഴിഞ്ഞകാല അനുഭവങ്ങൾ എപ്പോഴും ഓർത്ത് നിരാശപ്പെടുവാനല്ല, അവയിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ അനുസരിച്ച് ജീവിക്കുകയാണ് ആവശ്യം. നാം സമ്മതിച്ചേറ്റു പറയുന്ന പാപങ്ങളെ കർത്താവ് മറക്കുകയും ക്ഷമിക്കുകയും ചെയ്യും. തുടരെ ഒരു തെറ്റാവർത്തിച്ച് ചെയ്യുകയും പശ്ചാത്തപിക്കുകയും ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. ഓരോ പ്രാവശ്യവും ദുഃഖത്തോടെ അനുഭവിക്കും, പക്ഷെ വീണ്ടും ബലഹീനതയിൽ വീഴും. ഒരിക്കൽ അയാൾ ഒരു സ്വപ്നം കണ്ടു. ഈശോ അവന്റെ അരികിൽ വന്നു നിന്നു. അവൻ സങ്കടത്തോടെ ഈശോയുടെ പ്രകാരം പറഞ്ഞു, കർത്താവേ, ഇന്നലെ ഞാൻ സമ്മതിച്ചേറ്റു പറഞ്ഞ പാപം വീണ്ടും ചെയ്തുപോയി. ഈശോ അവനോട് ഏത് പാപമാണ് എന്ന് എടുത്തു ചോദിച്ചു. അവൻ വീണ്ടും പാപത്തിന്റെ പേര് പറയാതെ ഇന്നലെ ഏറ്റുപറഞ്ഞ പാപം എന്ന് മാത്രം പറഞ്ഞു. വീണ്ടും ആ പേര് പോലും പറയുവാൻ ലജ്ജയാണ് എന്ന് പറഞ്ഞു. ഈശോവിനോട് ഒരിക്കൽ ഏറ്റുപറഞ്ഞ പാപങ്ങളെ എന്നേക്കുമായി ദൈവം മറന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് മറുപടി പറഞ്ഞു. ഭാവി ശരിയാക്കി ജീവിതം വിജയിപ്പിക്കുവാൻ ശ്രമിക്കാം. ദൈവം അവയെ മറക്കുന്നു. നാം തെറ്റുകൾ ചെയ്തു പോയിരിക്കാം. ഇപ്പോൾ എങ്ങനെ ജീവിക്കുന്നു എന്നാണ് പ്രധാനം. കഴിഞ്ഞകാല ദുഃഖസ്മരണകളെ പുതുക്കാതെ വർത്തമാനകാലത്തെ ശരിയാക്കുവാൻ നാം യത്നിക്കണം. ഒരിക്കൽ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച പാവങ്ങൾ ദൈവം മറന്നു പോകുന്നു, മനുഷ്യന് ഓർമ്മയിൽ നിലനിർത്തുകയാണ്. അത് തെറ്റു തന്നെയാണ്. നമുക്ക് ദൈവത്തിന്റെ കരുണയിൽ വിശ്വസിച്ച് മുന്നേറാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും ഞങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും.